ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി മഹാരാഷ്ട്രയിലേക്ക്. കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ എല്ലാം തീരാറായി. അപ്പോൾ ഇന്ന് എനിക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മ ചക്ക വറ്റലുണ്ടാക്കി തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ചുവട് കട്ടിയുള്ള വലിയൊരു ചീനിച്ചട്ടിയിൽ നമ്മൾ അത്യാവശ്യം കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാകണം. നമ്മൾ പകുതി ചൂടാവാതെ ചെറിയ ചൂടാകുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്ത് ചക്ക അരിഞ്ഞത് ഇടാൻ പാടില്ല. നന്നായിട്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ചക്ക ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചക്ക നമ്മൾ ഇടുന്ന സമയത്ത് ഒത്തിരി എണ്ണ കുടിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ചക്ക എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ചക്ക ഇടുക. ഓക്കെ, എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു പീസ്, നല്ല ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ചക്ക ഇട്ടു. കണ്ടാൽ അത് നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എണ്ണ നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ പാചകം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇത് എണ്ണ ഒത്തിരി ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവരുത്. നമുക്ക് കുറച്ച് കൂടുതൽ ചക്ക ഇതിനകത്ത് ഇടാം. കാരണം ഇത് വെന്ത് വരുന്ന സമയത്ത് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ചക്ക തന്നെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചുവിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നമ്മൾ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഒരിക്കലും തീ നമ്മൾ കുറയ്ക്കാൻ പാടില്ല. നല്ല തീയിൽ തന്നെ, ഫുൾ തീയിൽ തന്നെ നമുക്ക് ഇത് ഫ്രൈ ആയി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ചക്ക ഒരു മുക്കാപ്പരും, അതായത് ശബ്ദം ഒന്ന് കിലുകിലാന്നുള്ള ശബ്ദം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പൂർത്തിയായിട്ട് ആ ശബ്ദം വന്നിട്ടുമില്ല. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഉപ്പ് വെള്ളമല്ല, ഉപ്പ് പൊടിയല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഉപ്പ് വെള്ളം തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് ഒരു 2 സ്പൂണോ 1 സ്പൂണോ നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതനുസരിച്ച് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒഴിച്ച ഉപ്പിലെ വെള്ളം ഫുള്ളും പൊട്ടിപ്പോണം. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ശബ്ദം പൂർണ്ണമായിട്ട് മാറി നല്ല കിലുകിലാന്നുള്ള ശബ്ദമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ കളർ വ്യത്യാസം ബ്രൗൺ കളറിലോട്ടാകുമ്പോൾ തന്നെ നമുക്ക് കോരാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഇത് ചിപ്സ് നമുക്ക് എടുക്കാനുള്ള പരുവായി. അതിൻ്റെ ശബ്ദം തന്നെ കിലുകിലാന്നുള്ള ശബ്ദം കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ എണ്ണ വാർന്നു പോകുന്ന ഇതുപോലത്തെ ഒരു ഹോളുള്ള പാത്രത്തിൽ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ കോരുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കോരി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അടിയിൽ ഓൾറെഡി ഒരു പാത്രം വെച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എണ്ണ മുഴുവനും നമ്മൾ അടിയിലത്തെ പാത്രത്തിലേക്ക് സ്റ്റോർ ആകും. ഇനി ഇത് ഒരു 10 മിനിറ്റ് എണ്ണ വാർന്ന് പോകാനായിട്ട് വയ്ക്കണം. അതിനുശേഷം ഒരു പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ തട്ടി ഇതിനകത്ത് എക്സ്ട്രാ നിൽക്കുന്ന എണ്ണ നമുക്ക് വാർത്തെടുക്കാനായിട്ട് തട്ടി നിരത്തി വെക്കണം. ഇതുപോലെ നമ്മൾ തട്ടി നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് തട്ടി നിരത്തി വയ്ക്കുന്ന 2 ഉപയോഗമാണ്. ഒന്ന്, ഇത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് എയർ കയറാത്ത കണ്ടെയ്നർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മൊരുമൊരുപ്പോടെ തന്നെ ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിൽക്കുന്ന എക്സ്ട്രാ വന്നിട്ടുള്ള എണ്ണ നമ്മൾ അടിയിൽ കിടക്കുന്ന പേപ്പറിൽ പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്, നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പേപ്പറിൽ നിരത്തി വച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചക്ക ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടമായാൽ
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് തരിക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.